ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ എണീറ്റ് വന്ന് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടക്കണം കേട്ടോ. രാത്രി ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കിടക്കുക. പക്ഷേ നമ്മൾ കിടന്നതിന് ശേഷം ചിലപ്പോൾ പല്ലിയോ പ്രാണിയോ പാറ്റയൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ. അപ്പോൾ ആദ്യം അത് ക്ലീനിങ്ങാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ കൗണ്ടർ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വാൾപേപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമെന്ന് ഒരു റിക്വസ്റ്റ് കണ്ടിരുന്നു കേട്ടോ. ഞാനത് സംഭവം പറയുകയാണെങ്കിൽ അതിന് ശേഷം ഒരു ലോങ് വീഡിയോ ആണ് ഇട്ടത്, അതിൽ പറയാൻ വിട്ടും പോയി. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു വർഷമായി കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പമില്ല, മാഷാ അല്ലാഹ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്ത് സംഗതിയും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെയും ഒക്കെ വിധം പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കട്ട് നാരങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചിലർ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് കട്ട് ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ മതി. നാരങ്ങ എന്നല്ല, ഒരു സാധനം കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന, നമ്മൾ കട്ടിങ് ബോർഡിൽ ചെയ്യുന്ന പണിയൊന്നും റാക്കിൽ വെച്ച് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. പിന്നെ അത്യാവശ്യം ചൂടോ ഒന്നും തട്ടിയെന്ന് കരുതി നമ്മൾ കെറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ നേരിട്ട് തന്നെ വെള്ളം ആവുക, അല്ലെങ്കിൽ ഇറച്ചിയോ മീനൊക്കെ വറുക്കുന്ന സമയത്ത് എണ്ണ തെറിച്ച് വീഴുക, അങ്ങനെയൊക്കെ ചെയ്താലൊന്നും ഹോളോ കാര്യങ്ങളോ ഡാമേജോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. പിന്നെ നല്ല രീതിക്ക് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വാൾപേപ്പർ ചെയ്തതാണോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാലാണ് വാൾപേപ്പർ ചെയ്തതാണെന്ന് മനസ്സിലാവുക കേട്ടോ. പിന്നെ എല്ലാ കൗണ്ടർ ടോപ്പിൽ ഒട്ടിക്കുന്ന എല്ലാ വാൾപേപ്പറും ഇതുപോലെയാണെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു ബ്രാൻഡ് വാൾപേപ്പർ ഉണ്ടല്ലോ, നല്ലതാട്ടോ, ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ മുന്നേ ഈ വാൾപേപ്പർ ചെയ്ത വീഡിയോയിലും അല്ലാതെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറ്റിൽ കൂടെ എന്നോട് ലിങ്ക് ചോദിക്കാറുണ്ട്. ഞാൻ ലിങ്ക് ഇടാറുണ്ട് കേട്ടോ. ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് ഇടാനായിട്ട് നോക്കാം. ഞാൻ ആമസോണിലാണ് കേട്ടോ വാങ്ങിയത്, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഈ ഏരിയ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര റോളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈഡ് മാത്രം സ്റ്റിക്ക് ചെയ്യാൻ 3 റോളാണ് കേട്ടോ യൂസ് ചെയ്തത്. ഞാൻ പരമാവധി ജോയിൻറ്റുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് 3 റോള് എടുത്തിട്ട് ആ ഒരു റോളിൽ തന്നെ നമ്മുടെ ഹോബിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പരമാവധി നമ്മൾ ജോയിൻറ്റുകൾ കുറക്കുന്നതായിരിക്കും നല്ലത്. ജോയിൻറ്റുകൾ വരുമ്പോൾ അവിടെ പെട്ടെന്ന് അറിയണമൊന്നുമില്ല, പക്ഷേ എന്നാലും അഴുക്ക് പിടിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ജോയിൻറ്റുകൾ പരമാവധി ഒഴിവാക്കിയത്. പക്ഷേ എനിക്കിപ്പോൾ ജോയിൻ്റൊന്നും അറിയണമൊന്നുമില്ല കേട്ടോ. ഈ കൗണ്ടർ ടോപ്പിൽ 3 റോളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ 3 ജോയിൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ 3 ജോയിൻറ്റും എവിടെയാണെന്ന് അറിയണോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് ക്ഷമയോടുകൂടി സ്റ്റിക്ക് ചെയ്യുക. കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ ഓരോരാൾ കമൻറ്റിൽ കൂടെ വേറൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബേസിൻ്റെ അവിടെ ഒട്ട് വീർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ലോണം ക്ലീൻ ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ വല്ല അകന്ന് വരിക എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു പശനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാൻസി സാധനങ്ങൾ, ഇപ്പോൾ ഈ കമ്മൽ ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു 700 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗമ്മ് കിട്ടും, ബട്ടൺ ഹൗസിലൊക്കെ കിട്ടും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കായി നിന്നോളൂ കേട്ടോ. അങ്ങനെ പോരുന്നുണ്ടെന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അതൊന്ന് യൂസ് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്തും ചാടിക്കയറി സ്റ്റിക്ക് ചെയ്യാതെ റോളൊക്കെ ഒന്ന് നിവർത്തി നോക്കി ഒരു പ്ലാനൊക്കെ ചെയ്ത് ഇവിടെ കട്ടിങ് കൊടുക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ ഹോബൊക്കെ പൊക്കിയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്തത്. ജോയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോബ് കണക്കാക്കി കട്ട് ചെയ്തിട്ടതല്ല, ഹോബ് പൊക്കി ആ കൗണ്ടർ ടോപ്പ് ഇതാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഇറക്കി വെച്ചതാക്കാം. ഹോബിൻ്റെ സൈഡായാലും ഒക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒന്നും കളറ് ചേഞ്ചോ അതുപോലെ തന്നെ ഹോളുകൾ വരെ പൊള്ളൽ വരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ സിങ്കിൻ്റെ സൈഡ് നിങ്ങൾക്ക് കാണാം, കറക്റ്റായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ പരമാവധി നമ്മൾ സിങ്കൊക്കെ ഇറക്കി സ്റ്റിക്ക് ചെയ്യാതെ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള നമ്മളെ ഓൾറെഡി ഉള്ള കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാവും നല്ലത് കേട്ടോ.
കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം സ്കെയിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഹെയറൊന്നും കുടുങ്ങാതെ ആ ഭാഗം നിൽക്കുമ്പോൾ വെള്ളം കയറാനൊക്കെ ഉള്ള സാധ്യത കുറവാണല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിപ്പോൾ 1 വർഷം കംപ്ലീറ്റായി, 2-3 വർഷം പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കത്തി കൊണ്ട് മുറിക്കുക, അങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ച് മുറിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എൻ്റെ കിച്ചണെ സംബന്ധിച്ചിടത്തോളം ഞാനൊരാളാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. മക്കളൊന്നും കൂടുതലായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും വരികയൊന്നും ചെയ്യാറില്ല. ഒരാൾ മാത്രം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ സർവൻസൊക്കെ വരികയാണെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ കൗണ്ടർ ടോപ്പിൽ വാൾപേപ്പറാണ്, അതിൽ വെച്ച് വെട്ടൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞാൽ അത് കൗണ്ടർ ടോപ്പിൽ വാൾപേപ്പർ ചെയ്തതാണ്, ടൈലോ കൊറിയൻ ടോപ്പോ ഒന്നുമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആർക്കായാലും പെട്ടെന്നൊന്നും അങ്ങനെ പെട്ടെന്നൊന്നുമല്ല കണ്ടുപിടിക്കാനേ കഴിയൂല. ഇതുവരെ ഇവിടെ വന്നിട്ട് ആരും ഞാൻ പറയാതെ അറിഞ്ഞിട്ടില്ല കേട്ടോ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ വാൾപേപ്പർ ചെയ്തതാണെന്നുള്ളത്. നമുക്കിപ്പോൾ 1 വർഷം പോയി കിട്ടിയാൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ലാഭമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് നല്ല ലാഭമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കൗണ്ടർ ടോപ്പ് ലൈറ്റ് കളർ ആവണം എന്നുള്ള എൻ്റെ ഒരു ആവശ്യമായിരുന്നു. കാരണം വെച്ചാൽ വീഡിയോക്ക് തീരെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു കൗണ്ടർ ടോപ്പ് മാറ്റി കഴിഞ്ഞപ്പോൾ വീഡിയോസിലൊക്കെ ഭയങ്കര വ്യത്യാസമാണ് വന്നത് കേട്ടോ. അപ്പോൾ 1000 രൂപേൻ്റെ ഉള്ളിൽ ഇങ്ങനെ 1 വർഷമെങ്കിലും പോയി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബെനിഫിറ്റ് തന്നെയാണ്. നമുക്ക് കൗണ്ടർ ടോപ്പ് കൊറിയൻ ടോപ്പോ ഒക്കെ ആക്കി മാറ്റണമെങ്കിൽ ഭയങ്കര ചിലവ് വരില്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസിയല്ലേ, നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ പറിച്ച് കളയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ലൊരു കാര്യമല്ലേ. പിന്നെ സ്റ്റിക്ക് ചെയ്തത് എടുക്കുന്നതിനെ പറ്റിയും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് എടുക്കാനൊക്കെ പറ്റുള്ളൂ, കുറച്ച് ഫോഴ്സ് വേണ്ടി വരുന്നേ ഉള്ളൂ. പെട്ടെന്നങ്ങ് പറഞ്ഞു പോരൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, അതിൽ കൂടെ കുറച്ച് ഹീറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പോരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സാധാരണ ഇപ്പോൾ കൊറിയൻ ടോപ്പ് നാനോ വൈറ്റ് ഒക്കെ ഇടുന്നവരൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കംപ്ലൈൻറ്റാണ് കറ പിടിക്കണത്, മഞ്ഞൾ പിടിക്കണത് എന്നുള്ളതൊക്കെ കേട്ടോ. ഇതുമ്മ ഒരു കറയും പിടിക്കണില്ല കേട്ടോ. മഞ്ഞളായാലും മുളകായാലും ഇപ്പോൾ ഫുഡ് കളർ ഉണ്ടല്ലോ, അത് തന്നെ ആയാലും കളറ് പിടിക്കണില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കളർ വരെ ആവാറുണ്ട് കേട്ടോ. കളറ് പിടിക്കണേ ഇല്ല കേട്ടോ. എന്ത് സ്റ്റെയിൻ ആയാലും ചായക്കറ എന്തായാലും സിമ്പിളായിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ റാക്ക് എങ്ങനെയാണോ ചെയ്യുക, ഗ്രാനൈറ്റിൻ്റെ റാക്ക് നമ്മൾ ഡിറ്റർജൻ്റൊക്കെ ഇട്ട് ഉരച്ച് കഴുകുമല്ലോ, അങ്ങനെ ചെയ്യാറുമുണ്ട്. എന്നാലും ഒരു ഡാമേജും വരുന്നില്ല കേട്ടോ. ഈ ഒരു കത്തിയൊക്കെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുത്തി കീറുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കീറി അങ്ങനെ വരില്ല, കട്ടിങ്സ് വരും. അപ്പോൾ പിന്നെ നമുക്കിവിടെ ചളി പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വാൾപേപ്പറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ സംശയവും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോയിലോ അല്ലെങ്കിൽ കമൻറ്റിൽ കൂടെ തന്നെ ഞാൻ റിപ്ലൈ തരൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് തേങ്ങ ഒക്കെ വെട്ടി വെയിലത്ത് വെക്കട്ടെ. പൊളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പൊളിക്കണതിനനുസരിച്ച് അങ്ങനെ വെയിലത്തേക്ക് വെച്ചാൽ വേഗം അങ്ങ് തീരുമല്ലോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണുന്നവരെ, വ്ളോഗിലൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ. ഒരു അരുക്ക് വെക്കുക, മറ്റേ തടഞ്ഞ